തീയതി പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. കേരളത്തിൽ വോട്ടിടാനായി കേരളം തയ്യാറെടുക്കുകയാണ്. ഇനി കൗണ്ട് ഡൗൺ ആണ്. വളരെ വിശദമായ വാർത്താ സമ്മേളനം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തി കഴിഞ്ഞിരിക്കുകയാണ്. എപ്പോഴും അവർ വലിയ ദീർഘമായ വാർത്താ സമ്മേളനമാണ് നടത്തുക അല്ലെ. ആദ്യ ഭാഗമൊക്കെ എന്ന് പറഞ്ഞ ഒരു സസ്പെൻസ് നിറഞ്ഞ് ആദ്യം ഈ ഷെഡ്യൂൾ പ്രഖ്യാപിക്കാത്ത തന്നെ അല്ലെങ്കിൽ ഇത് ഓഫാക്കിയ ആളുകൾ പോകും എന്നുള്ളത് കൊണ്ടാണ്. അപ്പൊ കാര്യങ്ങളെല്ലാം വിശദീകരിച്ച് ആദ്യത്തെ 45 എപ്പോഴും നമ്മളതാണല്ലോ ചെയ്തത്. 45 മിനിറ്റ് ആണ് ഈ പറയുന്ന മറ്റു കാര്യങ്ങളൊക്കെ വിശദീകരിക്കാൻ എടുത്തത്. ആകെപ്പാട് 10 മിനിറ്റ് എടുത്തുള്ളൂ ഈ ഷെഡ്യൂൾ പ്രഖ്യാപിക്കാൻ. നമ്മുടെ ഡേറ്റ് കിട്ടിയപ്പോൾ നമ്മൾ ഊരി അപ്പൊ തന്നെ നിർത്തി നമ്മള്. അതെ, 2 തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാര് രാജിവെച്ചും റിട്ടയർ ചെയ്തും ഒഴിഞ്ഞ ഒരു സാഹചര്യം ഉണ്ടായിരുന്നല്ലോ. അതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ കഴിയാതെ പോയത്. യഥാർത്ഥത്തിൽ 30 ദിവസവും ചില്ലുവാനവും മാത്രമാണ് യഥാർത്ഥത്തിൽ ആദ്യഘട്ട തെരഞ്ഞെടുപ്പിന് ബാക്കിയുള്ളത് എന്നുള്ളതാണ്. അല്ല, കഴിഞ്ഞ വർഷം മാർച്ച് 10-നായിരുന്നു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത്. മാത്രമല്ല ഇന്നിപ്പം മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആദ്യം തുടങ്ങിയത് തന്നെ നോക്കൂ ഞങ്ങൾ ഫുൾ കമ്മീഷനാണ് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതോടൊപ്പം പെരുന്നാളും വിഷുവും ഒക്കെ കഴിഞ്ഞിട്ടാണ് കേരളത്തിൽ തെരഞ്ഞെടുപ്പ്. അപ്പോൾ ആ ആശങ്കയും മാറി. അത് മാറി. ഈ നോമ്പുകാലത്ത് സ്ഥാനാർത്ഥികൾക്ക് ഇറങ്ങേണ്ടി വരുന്നു എന്നുള്ള ഒരു ചെറിയ ബുദ്ധിമുട്ട് ആ തരത്തിലുണ്ട്. അല്ല, നോക്കൂ, ഏപ്രിൽ 26 എന്ന് പറയുമ്പം ഈസ്റ്റർ വരില്ലല്ലോ അല്ലേ? ഇല്ല, നോക്കണം. ഫെസ്റ്റിവൽ ഒന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്തണം. ഈസ്റ്റർ എന്നാണ്, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു കോറസ് എനിക്കൊന്ന് ഈ മാസം അല്ലേ, ഈ മാസം അവസാനമാണ്. ആ ആശങ്കയും മാറി നികേഷ് സാർ. ഈസ്റ്റർ, വിഷു, പെരുന്നാൾ എല്ലാ ആഘോഷം കഴിഞ്ഞിട്ടാണ് നമ്മൾ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ ഉത്സവം, രാജ്യം മുഴുവൻ ഒരുപോലെ ആഘോഷിക്കുന്ന വോട്ടുത്സവത്തിലേക്ക് നമ്മൾ കടക്കുന്നത്. നമുക്ക് ഈ തെരഞ്ഞെടുപ്പ് തീയതിയായിരിക്കുന്നു, 40 ദിവസമേ ബാക്കിയുള്ളൂ. ഓരോരുത്തരിലേക്കായി പ്രതികരണങ്ങൾക്കായി പോകാം. തെരഞ്ഞെടുപ്പ് 543 ലോക്സഭാ മണ്ഡലങ്ങളാണുള്ളത്. 84 SC മണ്ഡലങ്ങൾ, 47 ST മണ്ഡലങ്ങൾ. 7 ഘട്ടങ്ങളിലായിട്ടാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 2ാം ഘട്ടത്തിലാണ് കേരളത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ്. അത് ഏപ്രിൽ 26-നാണ്. വോട്ടെണ്ണൽ 7-ാം തീയതി ജൂൺ 4-ാം തീയതിയാണ് വോട്ടെണ്ണൽ നടക്കുന്നത്. അങ്ങനെ 7 ഘട്ടങ്ങളിലായി 19 ഏപ്രിൽ മുതൽ 7 ഘട്ടങ്ങളിലായി ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. അത് സാധാരണഗതിയിൽ സംഭവിക്കാറുള്ളത് പോലെ തന്നെ സുരക്ഷാ ഏർപ്പാടുകൾ, വ്യത്യസ്തമായ വെല്ലുവിളികൾ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നേരിടുന്നുണ്ട്. അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരത്തെ വാർത്താ സമ്മേളനത്തിൽ വളരെ വിശദമായി തന്നെ വിശദീകരിച്ചിട്ടുള്ളതാണ്. ചിലർക്ക് മണി പവർ ഉണ്ടാവും, ചിലർക്ക് മസിൽ പവർ ഉണ്ടാവും, ചിലർക്ക് ഈ ടെറൈനുമായി ബന്ധപ്പെട്ട വെല്ലുവിളികൾ ഉണ്ടാവും. അവിടെയൊക്കെ തന്നെയും തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ ഒട്ടേറെ കവിതകളൊക്കെ ചേർത്തിട്ടാണ്, അതിൻ്റെയൊക്കെ മേമ്പൊടിയിലാണ് അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനം പൂർത്തിയാക്കിയിട്ടുള്ളത്. ഈ 7 ഘട്ടങ്ങളിലും പോകുന്നത് 2 സംസ്ഥാനങ്ങളാണ് അല്ലേ, ഉത്തർപ്രദേശും വെസ്റ്റ് ബംഗാളും. പശ്ചിമ ബംഗാളും പിന്നെ 7 ഘട്ടങ്ങൾ, ഒരു സംസ്ഥാനം കൂടിയുണ്ട്. അങ്ങനെ 7 ഘട്ടങ്ങളിലായിട്ട് 3 സംസ്ഥാനങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് ഓർമ്മയിലുള്ളത് ഉത്തർപ്രദേശും വെസ്റ്റ് ബംഗാളും. അവിടെ ഉത്തർപ്രദേശിൽ 80 സീറ്റുണ്ട്, വെസ്റ്റ് ബംഗാളിൽ 48 സീറ്റുണ്ട്. ഉത്തർപ്രദേശ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സീറ്റുള്ള സ്ഥലമാണ് അല്ലേ? അല്ല, അത് മഹാരാഷ്ട്ര. മൂന്നാമതാണ് എന്നുവെച്ചാൽ ഇന്ത്യൻ തെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പലതരത്തിലുള്ള ഭൂപ്രദേശങ്ങളുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. അതുകൊണ്ട് തന്നെ വോട്ടർമാർക്ക് വോട്ട് ചെയ്യാനുള്ള അവസരം തേടി യാത്ര ചെയ്യുന്നത് പരമാവധി ഒഴിവാക്കാൻ മലമുകളിലും അതുപോലെ തന്നെ എല്ലാ മേഖലകളിലേക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എത്തുന്നു. ഒരു വോട്ടർ ഫ്രണ്ട്ലി ആയിട്ടുള്ള സാഹചര്യം ഒരുക്കുന്നു. ആ നിലയിലാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഇന്നത്തെ തെരഞ്ഞെടുപ്പിനെ വിശദീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ 98 കോടി ജനം എന്ന് പറയുമ്പോൾ 97.6 കോടി ജനം എന്ന് പറയുമ്പോൾ പല ഭൂഖണ്ഡങ്ങൾ ചേർന്നാൽ പോലും ഇന്ത്യയുടെ അത്രയും വോട്ടർമാർ വരില്ല എന്നാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വിശദീകരിച്ചിട്ടുള്ളത്. അത് വളരെ ഒരുപക്ഷെ ചരിത്ര പ്രധാനമാണ്. 1 ബില്യൺ ആളുകളിലേക്ക് തെരഞ്ഞെടുപ്പ് എത്തുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ലോകത്ത് അങ്ങനെ ഒരു ഉത്സവം മറ്റൊരിടത്തും ഉണ്ടായിട്ടില്ല. പ്രായമേറിയ ആളുകൾക്ക് 80 വയസ്സിനും ഉള്ളവർക്ക് വീട്ടിലിരുന്ന് വോട്ട് ചെയ്യാമെന്നുള്ളൊരു പ്രത്യേകതയുണ്ട്. അതുപോലെ തന്നെ ഈ ഹിമാചൽ പ്രദേശിലൊരു സ്ഥലത്ത് 1 വോട്ടർ മാത്രമുള്ള സ്ഥലത്ത് പോലും നമ്മൾ പോളിംഗ് ബൂത്ത് വെക്കാറ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് അത് എല്ലാ സ്ഥലങ്ങളിലും. അത് ഈ പറയുന്നത് നികേഷ് ഇപ്പോൾ സൂചിപ്പിച്ച പോലെ ഇന്ത്യയുടെ ടെറൈൻ എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ എക്സസൈസ് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ളൊരു ലോകത്തിലെ ഏറ്റവും വലിയ ഡെമോക്രാറ്റിക് എക്സസൈസാണ് ഇന്ത്യയിലെ പോളിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഏറ്റവും സുതാര്യമായി നടക്കേണ്ടതുണ്ട്. 10.5 ലക്ഷം പോളിംഗ് സ്റ്റേഷൻസ് ആണുള്ളത്. 55 ലക്ഷം ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻസാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ വലിയൊരു എക്സസൈസ് ആരംഭിക്കുന്നു. ഇപ്പോൾ ഈ ദിവസം മുതൽ തന്നെ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു. ഇനിയിപ്പോൾ പുതിയ പദ്ധതികൾ പ്രഖ്യാപിക്കാൻ പറ്റില്ല, ക്ഷേമങ്ങൾ ഒന്നും പ്രഖ്യാപിക്കാൻ. ഏപ്രിൽ 19 മുതൽ ജൂൺ 1 വരെയുള്ള 7 ഘട്ടങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. ഫേസ് 1 ഏപ്രിൽ 19, ഫേസ് 2 ഏപ്രിൽ 26, ഫേസ് 3 മെയ് 7, ഫേസ് 4 മെയ് 13, ഫേസ് 5 മെയ് 20, ഫേസ് 6 മെയ് 25, ഫേസ്
ജൂൺ 1 എന്ന നിലയിലാണ്. നമുക്ക് ഏപ്രിൽ 26 തീയതിയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ രണ്ടാം ഘട്ടത്തിൽ തന്നെ കേരളത്തിൽ ഒറ്റഘട്ടമായിട്ടാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. പതിവ് പോലെ അത് ഏപ്രിൽ 26, അടുത്ത മാസം 26 തീയതി. വെറും 40 ദിവസം മാത്രം. അത് കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു 38 ദിവസം വീണ്ടും കാത്തിരിക്കണം റിസൾട്ട് അറിയാൻ വേണ്ടി. ഏപ്രിൽ 26 ഇലക്ഷൻ നടന്നു കഴിഞ്ഞാൽ പിന്നെ ജൂൺ 4 ഉള്ളൂ. സാർ, ഞാനൊരു സംശയം ചോദിച്ചു. അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ രണ്ടാം ഘട്ട വോട്ടെടുപ്പ് കഴിഞ്ഞാൽ നമുക്ക് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോയാലോ? 5 ഘട്ടം ബാക്കിയല്ലേ? പിന്നെ 5 ഘട്ടം ബാക്കിയാണ്. മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകണമല്ലോ. മാത്രമല്ല, ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങൾ നമ്മൾ പറയുന്ന ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര, വെസ്റ്റ് ബംഗാൾ, ബീഹാർ, ഈ സംസ്ഥാനങ്ങൾ ഏറ്റവും കൂടുതൽ സീറ്റുള്ള സംസ്ഥാനങ്ങളാണ്. ഈ സീറ്റുകളിലെല്ലാം 3, 4, 5, 6 ഘട്ടങ്ങളായിട്ടാണ്. ഉത്തർപ്രദേശും മഹാരാഷ്ട്രയും വെസ്റ്റ് ബംഗാളും 7 ഘട്ടമാണ്. അപ്പോൾ നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ഫോക്കസ് ഈ 543-ൽ 26 തീയതി കേരളത്തിൽ വോട്ട് ചെയ്യാൻ കാത്തിരിക്കുന്ന 20 മണ്ഡലങ്ങളിലായിരിക്കും ആദ്യ ഘട്ടത്തിൽ നമ്മുടെ ഫേസ് 1. നിശ്ചയമായും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ ദിവസങ്ങളിലെല്ലാം നമ്മൾ തുടർച്ചയായി ഇതൊരു ദേശീയ രാഷ്ട്രീയ സംഭവം എന്നുള്ള നിലയ്ക്ക് കേരളത്തിന്റെ മാത്രം പ്രത്യേകതയല്ല, നമ്മൾ കൂടുതൽ ഊന്നൽ നൽകുന്നത് കേരളത്തിലാണ്. സ്ഥാനാർത്ഥികളും തയ്യാറെടുക്കുന്നുണ്ട്. പ്രതികരണങ്ങളിലേക്ക് പോകേണ്ടതുണ്ട് അല്ലെ? 40 ദിവസം എന്നുള്ളത് ഇപ്പോൾ ഈ ഡേറ്റ് വന്ന ശേഷമുള്ള ആദ്യ പ്രതികരണം നമുക്ക് അറിയണം. ഇനിയിപ്പോൾ